രാവിലെ തന്നെ എണീച്ച്. ഇതെന്താ മൈക്കിൾ വിളിക്കണേ? ഹലോ മൈക്കിളെ. എടാ ഫ്രാങ്ക്ലിന് ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. എന്താ? എടാ നമ്മുടെ ഗ്രീൻ ഗ്യാങ്ങില്ലേ, അവരുടെ അടുത്ത് ഒരു പുതിയ ടാങ്കർ ഉണ്ട്. അത് ഞാൻ സ്കീൽ ചെയ്തോണ്ടരാം. എന്നാ ശരി, നീ വെക്കി. മൈക്കിൾ ഇപ്പൊ വിളിച്ച് പറഞ്ഞത് ഗ്രീൻ ഗ്യാങ്ങിന്റെ കയ്യിലൊരു ഈ മറ്റേ ടാങ്കർ ഉണ്ടെന്നാണ്. നമുക്കത് പോയി എടുത്തിട്ട് വരാം. ബാ. ചേടാ ഈ വഴിമാറിപ്പോയില്ല. ഇത്ര വെള്ളത്തിൽ കിടക്കണേ. നമുക്ക് സ്കീൽ ചെയ്ത് വന്നിട്ട് നോക്കാം. നല്ല സ്പീഡ് എടുക്കാം. നല്ല സ്പീഡ് എടുക്കാം. ഹലോ, ഒരു മിനിറ്റ്. മൈക്കിൾ ഇരിക്കണ്ടല്ലോ. എന്താ? ഹലോടാ ഫ്രാങ്ക്ലിനെ, നീ എവിടെടാ? ഞാനിപ്പോ ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിങ്ങിന്റെ അടുത്തെത്താറായി. ആ ബിൽഡിങ്ങിന്റെ ഒരു അടുത്തൊരു ഭാഗത്തായിട്ട് ഞാൻ അവിടെ ഒരു ജെറ്റ് വെച്ചിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ സ്കീൽ ചെയ്തോണ്ട് വരേ. ഓക്കെ. മൈക്കിൾ ഇപ്പൊ പറഞ്ഞത് ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിങ്ങിന്റെ അടുത്തൊരു എന്താണ് പറയാ ജെറ്റ് ഉണ്ടെന്നാണ്. ശരി, ഇവിടെ എവിടെ ആയിരിക്കും ജെറ്റ്? ഹായ്, ഒരു ഇടവഴി. കുറെ നാളെ ഇടവഴി കൂടെ കയറിട്ട് ഈ ഇടവഴി കൂടെ കയറി. അയ്യോ, ഇതാരുടെ വണ്ടി? ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇടിച്ചു നിർത്തിയതായിരിക്കും. ഇവിടെ എവിടെ ഒന്നും കാണാനില്ലല്ലോ. ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിങ്ങിന്റെ അടുത്തൊന്ന് പോയിട്ട് നമുക്ക് ഈ ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിംഗ് ഒന്ന് ചുറ്റും നോക്കാം. ചേടാ, എവിടെ പോയി? അവൻ എവിടെ വെച്ച്? ഇതാരെ? പിന്നെ മൈക്കിളാ. ഒന്ന് സൈഡിലേക്ക് ഒതുക്കിടാം. എന്താ? ഹലോടാ ഫ്രാങ്ക്ലിനെ, ഞാനിപ്പോ ഒരു അർജന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ? ഞാൻ ഒരു വർഷത്തേക്ക് ഇവിടെ നിന്ന് പോവാ. അതെന്തേ? അത് എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചാൾ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ എടാ, എൻ്റെ മാജിക് ഫോൺ ഇവിടെ ജെറ്റ് ഒന്നും കാണില്ല. അതുകൊണ്ട് നിന്റെ എന്തെങ്കിലും ചീറ്റ് കോഡ് ഉണ്ടോ ജെറ്റിന്റെ? ഉണ്ടടാ. എന്നൊന്ന് പറഞ്ഞു തരുമോ? 230. സോറി, 2030. 2030. 230. 2030. 203. ഷടാ, ഒന്നും വന്നില്ലല്ലോ. എന്നാ നീ 230 ഒന്ന് അടിച്ചു നോക്കി. 3 ഞാൻ 330 അടിച്ചപ്പോ എനിക്ക് കിട്ടി. ഞാൻ അറിയാണ്ട് ആ ചീറ്റിക്കോർ അടിച്ചപ്പോ എനിക്ക് കിട്ടി. ആണോ? എന്നാ ഓക്കേടാ. അപ്പൊ ഞാൻ പോവാ. ലാസ്റ്റ് ആയിട്ട് നിന്നെ വിളിച്ചതാ. ഓക്കെ. ഒരു മിനിറ്റ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. നീ ഇച്ചിരി വെച്ച് ഞാൻ നിന്നെ ടാങ്കർ എടുത്തോണ്ട് അതിന്റെ പവർ എന്താന്ന് നിന്നെ ഒന്ന് കാണിക്കാം. ടാങ്കർ ഒന്ന് നിന്നെ കാണിച്ചു തരാം. എന്നിട്ട് നീ എങ്ങോട്ടാന്ന് വെച്ചാ പിക്കോ. അയ്യോ എടാ, അത് പറ്റത്തില്ലടാ. എനിക്ക് 1/2 മണിക്കൂറിനകം ഇറങ്ങണം. ഞാൻ അതിനുള്ളിൽ വരാൻ പറ്റുമെങ്കിൽ വാ. ഞാൻ ഇപ്പൊ വരാം. അപ്പൊ എന്നാ ശരിയടാ. ഞങ്ങള് നിന്റെ വീടിന്റെ താഴെ തന്നെ ഉണ്ട്. ഇത് എങ്ങനെ പൊട്ടിപ്പോവോ? പൊട്ടിപ്പോന്നാണ്. ഇല്ല, പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. വാ, ഞാൻ വന്നേ. അവന്റെ വീട് എവിടെ പോയി? അവന്റെ വീട് എവിടെയാടാ? എക്സ്ക്യൂസ് മീ. അവനൊന്നും കേൾക്കുന്നില്ലേ? ഇതെന്താ പിന്നെ മൈക്കിൾ? ഇതിപ്പോ
എത്രാമത്തെ വട്ടം മൈക്കിലിരിക്കുന്നത്. അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവൻ്റെ ബ്ലൂ വീടില്ലേ, ബ്ലൂ വീട് ഇടിച്ചു നിർത്തി ഞാൻ. ഹലോ എടാ ഫ്രാങ്ക്ലിനെ, സോറി, എൻ്റെ ഫ്ലൈറ്റ് പെട്ടെന്ന് എടുത്തു. അയ്യോ, നീ നമ്മുടെ എയർപോർട്ടിലേക്ക് വാ. ആണോ? എന്നാ പിന്നെ ഞാനേ എയർപോർട്ടിലേക്ക് വരാം. ഓക്കെ. നീ എങ്ങോട്ടാ പോണേ? ഞാൻ ഒന്ന് യൂറോപ്പ് വരാം. വൈ സിറ്റിയിലേക്കാണോ? വൈ സിറ്റി അല്ല, ഞാൻ നമ്മുടെ ഇവിടേക്കാ. എവിടേക്ക്? ലോസ് ആൻഡോസിലേക്കാ. ലോസ് ആൻഡോസിലേക്കാ? അതെ. ഞാനിപ്പോ പെട്ടെന്ന് വരെ ഈ ടാങ്കറിനാണെങ്കിൽ ടാങ്കർ ഞാനെനിക്ക് സ്പീഡിൽ ഞാൻ ഒന്ന് ബുള്ളറ്റ് നോക്കട്ടെ. എടാ ബുള്ളറ്റൊക്കെ നന്നായിട്ട് പോണുണ്ട്. എന്നാലും ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ വരാം. ഞാൻ നിന്നെ ലോസ് ആൻഡോസ് സിറ്റിയിലേക്ക് ആക്കി വിടണോ? എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അല്ല, നിന്റെ ഫ്ലൈറ്റ് പോയില്ലേ? ആണോ? എന്നാ ഞാൻ പെട്ടെന്ന് വരാം. ഫുട്പാത്തിൽ കൂടെ ഞാൻ കയറി വരണ്ടേ? ഓക്കെ, എന്നാ ശരി. എടാ, ഇവിടെ ഒരു മഞ്ഞ ഫ്ലൈറ്റ് കണ്ടിട്ട്. നിന്റെ ഫ്ലൈറ്റ് പോയിട്ടില്ല. മഞ്ഞ ഫ്ലൈറ്റ് ആണ് നിന്റെ. അയ്യോ, ഞാൻ ഇവിടെ അന്ന് വന്നപ്പോ ഇവിടെ മഞ്ഞ കളറുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ശരാ, ഫ്ലൈറ്റ് ഇവിടെ. പിന്നെ മൈക്കിളെ, എന്താ മൈക്കിളെ? ഹലോ എടാ ഫ്രാങ്ക്ലിനെ, സോറി. എന്താ? ഞാൻ പോയി. ശരിയടാ, സോറി. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രീൻ ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ടാങ്കർ എന്നിട്ട് അടിച്ചു മാറ്റി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത ചാനലിലേക്ക് കാണാം.